ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഈ 48,375 48,309 ഈ രണ്ട് ലെവലിൻ്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ 48,961 മുകളിലേക്കാണെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അതിൻ്റെ മുകളിലും ഉണ്ട് ലിക്വിഡിറ്റി ഏരിയാസ്, പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പം പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 48,689 എന്നുള്ള ഏരിയയിലാണ്. ഓക്കെ, നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റിയിൽ ലിക്വിഡിറ്റി ഏരിയ 22,976 ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ആണ്. അതിൻ്റെ താഴേക്കാണ് വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കും 23,296 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കും ആയിരിക്കും ഞാൻ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്തതാണ്. നിഫ്റ്റിൻ്റെ ലെവൽസ് എന്ന് പറഞ്ഞാൽ 22,976 വെരി ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് അപ്സൈഡിലേക്ക് ട്രേഡ് നോക്കാം. ഏതായാലും ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11 മണിയായിട്ടുണ്ട്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കിയ ലിക്വിഡിറ്റി 23,127 ലെവലിൽ ടാപ്പ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. പക്ഷേ നമുക്ക് എൻട്രി ഒന്നും തന്നിട്ടില്ല. ടോപ്പിൽ നിന്ന് ഒരു എൻട്രി കിട്ടുമായിരുന്നെങ്കിൽ താഴേക്ക് എടുക്കാമെന്ന്. കാരണം ഡൗൺ സൈഡ് 23,73 ഏരിയയും ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷേ മാർക്കറ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് മൂവ് ചെയ്താണ്. ഇന്ന് ലൈവ് സെഷൻ്റെ കൂടെയാണ്, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ഉള്ളതാണ്. ഇന്ന് ഞാൻ 12 മണി വരെ ഉണ്ടാവുള്ളൂ. ലൈവ് ഇപ്പോൾ കഴിയും, പക്ഷേ 12 മണി വരെ ഞാൻ ഓഫീസിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളത്തെ ദിവസം നോക്കാം. ഏതായാലും ഇന്ന് പ്രീവിയസ് ഡേയിൽ നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്ക് അത്യാവശ്യം ട്രേഡ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യണത്. കാരണം അപ്പ് സൈഡിലേക്കുള്ളൊരു മൊമെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതും കൂടെ എടുക്കുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് ഞാൻ നോക്കുന്നുള്ളതാണ്. നമുക്ക് നമ്മൾ ആ പുട്ട് ഓപ്ഷൻ നോക്കി വെച്ചത് പ്രീമിയം പറന്ന് താഴേക്ക് ഇറങ്ങി എന്നല്ലാതെ നമുക്ക് എൻട്രി ഒന്നും തന്നിട്ടില്ല. സ്ട്രൈറ്റ് ആയിട്ട് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നേരെ താഴേക്ക് വന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. പക്ഷേ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റിലേക്ക് വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല. ടാർഗറ്റിലേക്ക് വലിയൊരു ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ആ ഒരു എൻട്രി ഒഴിവാക്കാം. ഏതായാലും ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യും. നമുക്കൊരു എൻട്രി ചാൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ഇന്ന് കിട്ടിയ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഒരു എൻട്രി വന്നിട്ടുണ്ട്. ഒരു കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു 48 നമ്മൾ ആ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഞാൻ ബൈ ചെയ്യേണ്ട എന്നുള്ളതിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് ബൈ ചെയ്യാം. അവിടെ ബാങ്കിലും കൂടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യാം. ചിലപ്പോൾ അവിടുന്ന് നല്ല സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വരാം. ഇവിടുന്ന് ഇപ്പോൾ ടാർഗറ്റ് ഒരു സിങ് ഹൈ വെച്ചാലും അത്യാവശ്യം പോയിൻറ്റ്സ് ഒന്നും ഇല്ല, ആണെങ്കിൽ ഒഴിവാക്കാം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് നോക്കാം. കാരണം ഇന്ന് ഒരുപാട് ഡൗൺ സൈഡ് അപ്പ് സൈഡിലും ലിക്വിഡിറ്റി ഉണ്ട്, ഡൗൺ സൈഡിൽ. ഏതായാലും ഫസ്റ്റ് ഒരു ചെറിയ പ്രീമിയം ഉള്ളൂ. ഒരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് നോക്കാം. 23,150 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. 47.50 നമുക്ക് എൻട്രി കിട്ടിയത്. 46 പോയിൻ്റാണ് SL. 2,000 റുപ്പീസ് ആയിരിക്കും SL വരിക. ഇതിലൊക്കെ ഞാൻ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ചാൻസ് 22,976 താഴേക്ക് വരികയാണെങ്കിൽ, ഫാസ്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നല്ലൊരു ചാൻസ് നോക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡിൽ ചെറിയ പ്രോഫിറ്റ് കാണിക്കുമ്പോൾ തന്നെ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. കാരണം ഫാസ്റ്റായിട്ട് 22,976 വരികയാണെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡ് എൻട്രി നോക്കാമെന്നുള്ളതാണ്. അതാണ് എൻ്റെ പ്ലാന്. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുക്കട്ടെ. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ തൊട്ടടുത്താണ് ബാങ്ക് നിഫ്റ്റിയും. അപ്പോൾ ചിലപ്പോൾ അതെടുക്കാൻ വരികയാണെങ്കിൽ നമ്മുടെ ഈ പരിപാടി SL ഒക്കെ അടിച്ചു പോകും. ഇനി ഇൻ കേസ് മാർക്കറ്റ് നിഫ്റ്റിയിൽ ചെറിയൊരു പ്രോഫിറ്റ് 1:1 അബോവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് പോകും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ നിന്ന് 22,976 ആ റേഞ്ചിലുള്ള ലിക്വിഡിറ്റി, അതായത് ഡെയിലി ടൈം ഫ്രെയിം IDX എടുത്ത ഏരിയൻ്റെ ലോ, ആ ഒരു ഏരിയയിൽ എത്താൻ വളരെ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം അങ്ങോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പം അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഈ ഒരു ട്രേഡിൽ ഞാൻ പറഞ്ഞ പോലെ 1:1 അബോവ് വരികയാണെങ്കിൽ 1:1 ആയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. ഇനി അപ്പ് സൈഡ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്ത ഏരിയയിൽ എത്തുകയാണെങ്കിൽ, ടാർഗറ്റ് വെച്ച ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതാണ് നല്ലത്. നോക്കാം, വെയിറ്റ് ചെയ്യാം.
നല്ല മൊമെൻ്റ് ഉണ്ടല്ലേ, നമ്മൾ ലിക്വിഡിറ്റി ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത് അത്യാവശ്യം നല്ല മൊമെൻ്റ് ഉണ്ട്. പ്രീമിയം ചെറിയ പ്രീമിയം ഉള്ളൂ, 50. പെട്ടെന്നൊരു സ്പൈക്ക് വരികയാണെങ്കിലൊക്കെ നല്ല പ്രോഫിറ്റും കാണിക്കും. ഈ ഒരു ഡേ ഹൈ ഇപ്പം നമ്മൾ ടാർഗറ്റ് വെച്ച ഏരിയയിലേക്കൊക്കെ വരികയാണെങ്കിൽ തന്നെ 1:5 ഒന്നും ചിലപ്പം വരില്ല, ചിലപ്പോൾ 1:4 3 ഒക്കെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അത് എത്തുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം, എന്നിട്ട് ഡൗൺ സൈഡിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ടൈം ഫ്രെയിം ITX എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാൻ നല്ലൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം നമുക്ക്, ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ. ഏതായാലും ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുണ്ട് 11:54 സമയം. നമ്മൾ ആ ഒരു നിഫ്റ്റിയിലുള്ള ട്രേഡ് എല്ലാം അടിച്ചു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ആ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ടാർഗറ്റ് കുറവായതുകൊണ്ട് എടുത്തിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി കിട്ടിയില്ല, ബാങ്കിൽ പിന്നെയും വന്നിരുന്നു. പക്ഷേ ആ ട്രേഡൊന്നും എടുത്തിട്ടില്ല. അന്ന് ഡേ ലോയിലേക്കൊക്കെ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ 1:5 ഉണ്ടായിരുന്നു, പക്ഷേ ട്രേഡ് എടുത്തിട്ടില്ല. ഇനി അതായത് നമുക്ക് പിന്നെ എന്താ പറയുക, ബാങ്ക് നിഫ്റ്റി ഡെയിലി IDXൻ്റെ തൊട്ടടുത്താണ്. ബാങ്ക് നിഫ്റ്റി ഡെയിലി IDX എടുക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് ട്രേഡും കൂടെ നോക്കാം. 48,309 ഏതായാലും ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ ഡെയിലി IDX എടുത്തിട്ടുണ്ട് കേട്ടോ, ഡെയിലി ലിക്വിഡിറ്റി ഫ്യൂച്ചർ ചാർട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 48,425. അപ്പോൾ ആ ഒരു റേഞ്ച് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്സൈഡ് എൻട്രി ഈ ഓപ്പർച്യൂണിറ്റി നോക്കാം. ഞാൻ ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:57 ആയിട്ടുണ്ട്. നമുക്കൊരു അപ്സൈഡ് എൻട്രി നോക്കാം. ഫ്യൂച്ചർ ചാർട്ടിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പോട്ട് ചാർട്ടിലും ഡെയിലി IDX എടുത്തിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ലിക്വിഡിറ്റിയിലേക്ക് തന്നെ അത്യാവശ്യം 1:5 റേഞ്ചിലൊക്കെ ടാർഗറ്റ് ഉണ്ടാവും. തൊട്ടടുത്ത് വേറെ ഉണ്ട്, നോക്കാം നമുക്ക്. ഏതായാലും അതിന് അതടിക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക, അല്ലെങ്കിൽ SL അടിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് നിർത്തുക. ഏതായാലും 12 മണി ആവാനായിട്ടുണ്ട്, അധിക സമയം ഒന്ന് വെയിറ്റ് ചെയ്യാനും വയ്യ. ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല ബെയറിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തത് കൊണ്ട് ഒരു ബുള്ളിഷിന് ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു മൈൻഡ് പറയുന്നത്. ഒരു ബൈ ചെയ്യാം. നമ്മൾ 48,300 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്, 656 നമ്മൾ ബൈ ചെയ്തത്. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പം ട്രേഡ്. അത് തന്നെ ഫ്യൂച്ചർ ചാർട്ടിൽ കറക്റ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് തന്നെയാണ് എൻട്രി എടുത്തത്. സെയിം ഞാൻ പറഞ്ഞ പോലെ സ്പോട്ട് ചാർട്ടും ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളുകളൊക്കെ സ്റ്റോക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു ഏരിയയാണ്. ചില സമയത്ത് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും താഴെ വന്നിട്ടൊക്കെയാണ് മാർക്കറ്റ് പോവുക. ഇപ്പോൾ നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി പ്രീവിയസ് ഡേയിൽ എടുത്തതാണ്, സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും വേറെ ഇതിൻ്റെ വേർഷൻ, ഇതിൽ അത്യാവശ്യം പ്രോഫിറ്റ് വന്നിട്ടില്ല. ഇത് തൊട്ടടുത്ത് തന്നെ ലിക്വിഡിറ്റി വേറെ ഉണ്ട്. ഇത് എന്താണ് ഇഷ്ടംപോലെ ലിക്വിഡിറ്റി. ഒന്നുകിൽ ഈ ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1:5. അതായത് ഇത് ഞാൻ വിചാരിച്ച അത്യാവശ്യം നല്ല ടാർഗറ്റ് ഏരിയയിലേക്ക് ഉണ്ട് എന്നുള്ള വ്യൂ എടുത്തത്. പക്ഷേ ഒന്നും ടാർഗറ്റ് ഇല്ല കേട്ടോ. ഇന്നത്തെ ട്രേഡ്സ് ഒന്നും അപ്സൈഡിലേക്ക് എടുത്ത ട്രേഡ്സിനൊന്നും ടാർഗറ്റ് അധികം ഇല്ല. അടുത്തടുത്ത ലിക്വിഡിറ്റി സൈറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാർക്കറ്റ്. പക്ഷെ ഒരു മൊമെൻ്റം കാണിക്കുന്നുണ്ട്. സമയം 12 മണിയാവാനായില്ലേ. മൊമെൻ്റ് ഉണ്ട്, നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇതും അധികം വെച്ചിട്ട് നിൽക്കാനാവില്ല. ഇതിലും എനിക്ക് തോന്നുന്നില്ല, ഒന്നും കൂടി ഇനി ചിലപ്പം താഴെ വന്ന് വീണ്ടും കളിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോവുക. ഞാൻ പറഞ്ഞ പോലെ 22,970 സംതിങ്ങിൽ നിഫ്റ്റി വന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോവുക. അപ്പം അധികം റിസ്ക് എടുക്കണ്ട. നേരത്തെ ട്രേഡിൽ നമുക്ക് നിഫ്റ്റിയിലെ ട്രേഡിലും 3000 പ്രോഫിറ്റ് കാണിച്ചതാണ്. ഇതും അതേപോലെ വരുന്നുണ്ട്, 3000-ൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇതും കോസ്റ്റിൽ വെക്കാം, കോസ്റ്റ് പ്രൈസിൽ വെക്കാം. ഇനി ഏതായാലും ഇന്ന് ട്രേഡ് ചെയ്യാൻ ഏതായാലും ചെയ്യുന്നില്ല. ഇത് ഇനി കേസ് ആ ഒരു ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്ത ഏരിയയിൽ എത്തുകയാണെങ്കിൽ പ്രോഫിറ്റും ബുക്ക് ചെയ്യാം കേട്ടോ. അത് ചിലപ്പോൾ ഒരു 1:2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു 4,000 5,000-ൻ്റെ റേഞ്ചിലൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അത് വരികയാണെങ്കിലും ബുക്ക് ചെയ്യാം. ഇനി അഥവാ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ SL കോസ്റ്റ് പ്രൈസിലേക്ക് അടിച്ചോട്ടെ, അതായിരിക്കും നന്നാവുക. ബാങ്ക് നിഫ്റ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ട് ഡെയിലി ലിക്വിഡിറ്റി. പക്ഷെ ഡെയിലി ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്ക് മുന്നേയൊക്കെ മാർക്കറ്റിൽ ഡെയിലി ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല സഡൻ സ്പൈക്കാണ് തരാറുള്ളത്. ഇപ്പം മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഡെയിലി ലിക്വിഡിറ്റി എടുത്താലും കുറേയൊക്കെ സ്പെൻഡ് ചെയ്ത് ആളുകളെ വീണ്ടും പറ്റിച്ചിട്ടൊക്കെ മുകളിൽ പോകുള്ളൂ. ഒരു ഡൗൺ സൈഡ് എൻട്രി അപ്പ് സൈഡ് എൻട്രി തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഡൗൺ സൈഡ് എൻട്രി
പെട്ടെന്ന് ടാർഗറ്റിലേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ അപ്സൈഡിലേക്ക് പോകണമെങ്കിൽ മാർക്കറ്റ് ഒരുപാട് ലിക്വിഡിറ്റി എടുത്ത് ആളുകളെ പറ്റിച്ച് താഴേക്ക് വന്ന് ഞാൻ ഈ താഴേക്കാണ് എന്നുള്ള തോന്നലുണ്ടാക്കുമ്പോഴേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് കയറുമ്പോഴാണ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഭയങ്കര ഒരു ടഫ്. അപ്സൈഡിലേക്ക് ഡൗൺ സൈഡിൽ കുറച്ചും കൂടി ഈസിയാണ് ഒരു ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ എന്നുള്ളതാണ് ഞാൻ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ അപ്സൈഡിലേക്ക് പോകില്ല എന്നല്ല, അപ്സൈഡിലേക്ക് ചിലപ്പോൾ ഈ ട്രേഡ് പറന്നു പോകും. നമുക്ക് ഏതായാലും ഈ ഒരു ഏരിയത്തെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. നമുക്ക് അധികം സമയമില്ല. 1:2 റേഞ്ചിലൊക്കെ ടാർഗറ്റ് ബുക്ക് ചെയ്യുക വരികയാണെങ്കിൽ, ഇനി അഥവാ സെല്ലാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. അത് കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ, SL. ഞാൻ ഏതായാലും ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് നാളെ നോക്കാം. നാളെയും അവസരം ഉണ്ടാവും. ഇന്ന് രണ്ടും കോസ്റ്റാണ്. താങ്ക് യു. നമുക്ക് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം. ഇന്ന് ഏതായാലും ഇനി ടൈമില്ല, ഞാൻ പുറത്തു പോവാണ്. താങ്ക് യു. ബൈ.